إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. തിരുസത്തോ സത്യവിശ്വാസി വിശ്വാസി സഹോദരന്മാർ, ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവനത്തെ പ്രതി സന്ദർഭത്തിലും പാലിച്ചിട്ട് ജീവിക്കണം. സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരുടെയും വസിയത്താക്കിയിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അവന്റെ പേടിച്ച് ജീവിക്കുന്ന യഥാർത്ഥ തഖ്വ ഉള്ള മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുകയുള്ള മഹാഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെല്ലാവരും കുറേ നാൾ കഴിഞ്ഞെങ്കിൽ വിശുദ്ധമായ റമദാൻ തിങ്കളിൽ പ്രവേശിക്കുകകൊണ്ട് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
പരിശുദ്ധമായ റമദാൻ തിങ്കളിൽ ജീവിക്കുലങ്കത്തെ തൗഫീഖ് നമുക്കെല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. ഏതൊരു കാര്യം ഞങ്ങൾ ആക്കുക ഉദ്ദേശിക്കുമ്പോൾ ಅದಕ್ಕೆ യോജിച്ചതായ രൂപത്തിലുള്ള ഒരു തയ്യാറെടുപ്പ്, ഒരു സിദ്ധത അത് ഞങ്ങൾ ആക്കുമെന്ന് ചൊല്ലുന്നത്. ദുനിയാവിലെ പല കാര്യത്തിലും പല വിഷയത്തിലും അതിനെല്ലാം ഞങ്ങൾ അതിന് ആവശ്യമായ തയ്യാറെടുപ്പ് ഞങ്ങൾ നടത്തുക. ഒരു യാത്ര പോയെങ്കിൽ ആ യാത്ര പോകേണ്ട ടൈമിലും ആ യാത്രയ്ക്ക് വേനായ ടിക്കറ്റ് ഞങ്ങൾ എടുക്കുക. അതേപോലെ യാത്രയ്ക്ക് വേനായ എനിക്കത്തെ വസ്ത്രമെല്ലാം ഡ്രസ്സെല്ലാം ഞങ്ങൾ തയ്യാറാക്കിയിട്ട് മുന്നോട്ട് വെക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടിಗೆ ವರ್ಗ ಯುದ್ಧ ಆಕರದಲ್ಲಿ ನಿಂತು ചില കപട വിശ്വാസിക്കുള്ളിലെ ആത്മ അന ദൂര പോയ അതിൽ നിന്ന് പെറോജാരിക്കുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധ ആക്കിയിട്ട് തിരിച്ചു വന്നതായ ടൈമിൽ അവനെ കേൾക്കും, നിങ്ങൾ എന്തുകൊണ്ട് തെറ്റിക്കറി യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ചൊന്തു കേട്ടതായ സന്ദർഭത്തിൽ അന്ന പല രൂപത്തിലുള്ള ന്യായീകരണം എന്ന് ചൊന്ന ആ ടൈമിലേത്തിക്കർ ആ ഒരു സന്ദർഭത്തിലേത്തിക്കർ വിശുദ്ധ ഖുർആനോ സൂറത്തു തൗബയിലെ 46ാമത്തെ ആയത്ത് ഇറങ്ങുന്നു. എന്തരേത്തിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലും, വലൗ അറാദുൽ ഖുറൂജ لأعدوا له عدة ولكن كره الله بعاثهم فثبتهم وقيل اقعدوا مع القاعدين. الله سبحانه وتعالى يقول أنا യുദ്ധത്തിന് വേണ്ടിയിട്ട് അതിന് പുറപ്പെടുക വേണ്ടിയിട്ട് അങ്ങനെ ഉദ്ദേശിച്ചിരുന്ന എന്തായെങ്കിൽ അന അതിന് മുന്നോലെ അതുകൊല്ലത്തെ തയ്യാറെടുപ്പ് സിദ്ധത ആക്കാത്ത ആയെങ്ക അങ്ങനെ പുറപ്പാട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടു അല്ലാഹു അങ്ങനെ പിന്തിരിപ്പിച്ച് നിർത്തിയ നിങ്ങ മദീനത്ത് ദക്രങ്ങര കൂട്ടത്തിൽ നീ ദക്കൂറു ചൊന്തു അങ്ങനത്തെ ചൊന്തുലൈതിക്ക. അപ്പൊ ഈ ഒരു ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കുക സാധ്യമാവോ, ഏതൊരു കാര്യത്തിൽ ഞങ്ങൾ പ്രവേശിക്കുമ്പോഴത്തേക്കും അവിടെ അതുകൊല്ലെനിക്കത്തെ അതിന് ആവശ്യമായ ഒരു മുന്നൊരുക്ക, ഒരു തയ്യാറെടുപ്പ്, ഒരു സിദ്ധത അത് ഉണ്ടാവുന്നു ചൊന്തുലതെത്തിക്ക ഈ ഒരു ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കുക സാധ്യമാവും. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിട്ട് എങ്ങനെ പരിശുദ്ധ റമദാൻ തിങ്കളുടെ അവനോ ആ റമദാൻ തിങ്ങൾക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്തണേ. ഞങ്ങളുടെ മുൻഗാമിയായിട്ടുള്ള സലഫ് സ്വാലിഹീനമ്മ അതാ 6 തിങ്കൾ മുന്നോലെ പരിശുദ്ധ റമദാൻ തിങ്ങൾക്ക് ജീവിക്കുക വേണ്ടിയിട്ട് ആ ഒരു തൗഫീഖിന് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുന്ന كانوا يدعون الله 6 أشهر أن يبلغهم رمضان. ആ റമദാനിൽ എത്തുക വേണ്ടിയിട്ടാണ് നിരന്തരമായിട്ട് 6 തിങ്കളാണ് ദുആർന്നു എന്നാണ് സ്വന്തം ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധ്യം. സഹോദരന്മാരെ, ഞങ്ങൾ ആ റമദാനോ തൊട്ടു മുന്നോട്ട് തിങ്കളായ ശഅബാൻ തിങ്കളിലേക്കാണ് ഉള്ളൂ. വിശുദ്ധമായ റമദാനിന് വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറെടുപ്പ് നടത്തുമ്പോഴത്തേക്കും ഏറ്റവും പ്രാധാന്യമായിട്ട് ഞങ്ങൾ നടത്താനായ ഒരു തയ്യാറെടുപ്പ് ചൊല്ലുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഞങ്ങൾ ചൊല്ല ഇസ്തിഗ്ഫാർ ആക്കി മടങ്ങണോ, തൗബ ആക്കി മടങ്ങണോ ചൊല്ലുന്നത്. കാരണം പാപത്തിൽ നിന്ന് മുങ്ങി കുളിച്ചതായ രൂപത്തിൽ റമദാനിൽ ഞങ്ങൾ പ്രവേശിച്ച ടൈമിൽ ചില നന്മ ഞങ്ങൾ ആഗ്രഹത്തിൽ നിന്ന് അവിടെ തടസ്സമുണ്ടാവും. അതല്ലെങ്കിൽ ചില കാര്യത്തിൽ ബറക്കത്തില്ലാത്ത ഒരു അവസ്ഥ
ബറു ചൊല്ലുന്നതിലേക്ക് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തഹ്രീം 8-ാമത്തെ ആയത്തിൽ ചൊല്ലുന്നു യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ അസാ റബ്ബുകും അൻ യുകഫിറ അൻകും സയ്യിആതികും ويدخلكم جنات تجري من تحتها الأنهار يوم لا يخزي الله النبي والذين آمنوا معه نورهم يسعى بين أيديهم وبأيمانهم يقولون ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير. الله سبحانه وتعالى سورة സത്യവിശ്വാസികളായ നിങ്ങൾ അല്ലാഹുവൊട്ടിಗೆ നിഷ്കളങ്കമായ തൗബ ചെയ്യാപ്പോ അസാ റബ്ബുകും അൻ യുകഫിറ അൻകും സയ്യിആതികും ചിലപ്പോ ഒരു സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ തപ്പുറ അല്ലാഹു മാഫാക്കി തരുക വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ അല്ലാഹു സുബ്ഹാനഹു വ തആല താഴ്ഭാഗത്തു കൂടി ഒഴുകുന്നതായ സ്വർഗ്ഗത്തിൽ നിങ്ങൾ അല്ലാഹു പ്രവേശിപ്പിക്കുക എങ്ങനത്തെ നാളെത്തിക്കുന്നത് യൗമ ലാ യുഖ്സില്ലാഹു നബിയ്യ വല്ലദീന ആമനു മഅഹ നബിമാരെയും സത്യവിശ്വാസികളാൽമാരെയും അപമാനിക്കാത്ത നാളിൽ നൂറുഹും യസ്ആ ബൈന അയ്ദീഹിം വബിഐമാനിഹിം അങ്ങനെ മുന്നോട്ടിലും അങ്ങനെ എതിർഭാഗത്തിലും അങ്ങനെ വലത് സൈഡിലും പ്രകാശ സഞ്ചരിക്കുന്നത് അങ്ങനെ അല്ലാഹുവിനെ പ്രാർത്ഥിക്കുക യഖൂലൂന റബ്ബന അസ്മിൻ ലനാ നൂറനാ വഗ്ഫിർ ലനാ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലാഹുവേ ഞങ്ങളെ ഈ ഒരു പ്രകാശത്തെ നീ പൂർത്തിയാക്കി താ റബ്ബേ വഗ്ഫിർ ലനാ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മാഫാക്കി താ പൊറുത്തു താ റബ്ബേ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലാഹുവേ നീ എല്ലാത്തിനും കഴിവുള്ളവനായി സ്വന്തു വിശ്വാസിമാർ എന്ന പ്രാർത്ഥിക്കാറ് സ്വന്തം അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നൊരു ആയത്തിൽ സൂറത്തുൻ നൂർ 31-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു وتوبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون സത്യവിശ്വാസികളാൽമാർ എല്ലാവരും അല്ലാഹുവിന്റെ തൗബാക്കി വരും ലഅല്ലകും തുഫ്ലിഹൂൻ അങ്ങനെ നിങ്ങൾക്ക് വിജയം ഉണ്ടാവും അപ്പോഴേക്ക് നിങ്ങൾക്ക് വിജയിക്കുക സാധിക്കൂ മനസ്സ് ശുദ്ധമായ അവസ്ഥയിലെത്തിക്കറ് നമുക്ക് നന്മാക്കുകളെ തൗഫീഖും നന്മാക്കുകളെ ആ ഒരു ബറക്കത്ത് കിട്ടും മനസ്സ് ഒന്ന് ശുദ്ധീകരിക്കണം റമദാൻ ಬಂದೇ പിന്നെ തൗബാക്ക സ്വತ್ತು ആ തൗബത്തെ നീട്ടി വെക്കറന്ന എന്നാവുകയാ ബദൽಗೆ റമദാൻ ಬಂದದಕ್ಕೆ മുന്നോലെ മനസ്സെല്ലാം പാപത്തിൽ നിന്ന് തിന്മയിൽ നിന്ന് പരിശുദ്ധമാക്കിയിട്ട് ആ റമദാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധ്യമാവുന്ന സ്വന്തത്തിലേക്ക് കാരണം പണ്ഡിതന്മാർ അങ്ങനെ சொன்னார் വജസാഉൽ ഹസനതി അൽ ഹസനതു ബഅദഹാ ഒരു നന്മ ആക്കുമ്പോൾ ആ നന്മക്ക് പ്രതിഫലമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നു പിന്നം പിന്നം നന്മക്കുള്ളൻകത്തെ അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നു അതേപോലെ നേരെ തിന്മാക്കെങ്കിൽ ഒരു തിന്മാക്കുമ്പോൾ ആ തിന്മയിൽ നിന്ന് അവന് പുട്ടുണിക്കാത്ത കാലത്തോളം പിന്നം പിന്നം തിന്മാക്കുള്ളൻകത്തെ ഒരു അവസ്ഥ അവന്റെ ജീവിതത്തിൽ ബറു സ്വന്തത്തിലേക്ക് വിശുദ്ധ റമദാൻ ആ റമദാനിൽ പ്രവേശിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സും ഞങ്ങളുടെ ഹൃദയവും അത് പരിശുദ്ധമായിട്ടിരിക്കണം സ്വന്തത്തിലേക്ക് സഹോദരന്മാരെ ഞങ്ങളെല്ലാവരും ഫുഡ് തിന്നറാനായിട്ടിക്ക ഭക്ഷണം തിന്നറാനായിട്ടിക്ക എത്ര നല്ല ഭക്ഷണം ഇന്നെങ്കിലും എത്ര നല്ല ഫുഡ് ഇന്നെങ്കിലും ആ ഫുഡ് തിന്നതായ പാത്ര അത് മാത്രം കേടായി അത് മാത്രം അശുദ്ധിയായിട്ടുള്ളതായെങ്കിൽ ഞങ്ങൾ ആ ഫുഡ് തിന്നില്ല അതേപോലെ
വിശുദ്ധമായ മനസ്സോടുകൂടി തേജിക്കണു വിശുദ്ധമായിട്ടുള്ള റമദാനിൽ പ്രവേശിക്കണമായിരുന്നു ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാപമോചനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥന നമുക്ക് പഠിപ്പാടി തന്നു. അതിലൊരു ദുആ ദിക്ർ അസ്തഗ്ഫിറുല്ലാഹൽ അസീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ആറാവട്ടു ഈ ഒരു ദുആ ആത്മാർത്ഥമായിട്ട് അവൻ പ്രാർത്ഥിക്കാൻ തായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു ഗുഫിറ ലഹു വഇൻ കാന ഫർറ മിന സഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻക്ക് അവന്റെ പാപത്തെ പുറത്തു കൊടുത്താ എവിടത്തോളം ചൊന്ന തായെങ്കിൽ മുസ്ലിമീങ്ങളും ശത്രുമാരും അങ്ങാ യുദ്ധാഗ്രതായ ടൈമിലും ആ യുദ്ധത്തിൽ നിന്ന് ഓടിപ്പോണ്ടതായ ആ ഒരു അത്ര വലിയ പാപാഗ്രതായ ആത്മാർക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കാൻ ചൊന്ന ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പാടി തന്നു. അപ്പോൾ ഈ ഒരു ദുആ ശഅബാൻ തിങ്കളിൽ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കവൂ നമുക്ക് സാധ്യമാണെന്ന് ചൊല്ലുന്നത്. അതേപോലെ സുന്നത്ത് നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ തിങ്കളിൽ ധാരാളമായിട്ട് നോമ്പ് പിടിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധ്യമാവും. അതേപോലെ സഹോദരന്മാർ, വിശുദ്ധ ഖുർആൻ അത് റമദാൻ തിങ്കളിൽ എത്ര ഖത്ം തീർക്കണം ചൊല്ലുന്നതിന്റെ പ്ലാനിംഗ് ನಾನು ಇಪ್ಪಮೆ ಆಕಿ ಬೆಟ್ಕೊಂಡು ಸೊಂತುಲೈತಿಕ. ಮಹಾನಾಯ ಉಸ್ಮಾನ್ ಬಿನ್ ಅಫ್ಫಾನ್ റളിയല്ലാഹു അൻഹു അയാൾ 3-4 കൊണ്ടു ഖുർആൻ ഖത്മാക്കി വന്നിട്ടുണ്ട്. അതേപോലെ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പരിശുദ്ധമായിട്ടുള്ള റമദാൻ കടന്നു വന്നെങ്കിൽ അയാൾ ബാക്കിയുള്ള എല്ലാ കാര്യത്തിൽ നിന്നും വിട്ടുനിന്നിട്ട് ആ വിശുദ്ധമായിട്ടുള്ള ഖുർആനുമായിട്ട് ധാരാളമായിട്ട് അടുത്തുകൊണ്ടിരുന്ന് ചൊന്നു ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധ്യമാവും. അതേപോലെ വിശുദ്ധ റമദാൻ തിങ്കൾ അത് സ്വതക്കത്തെ തിങ്കളായിരിക്കും. അതുപോലെ എനിക്കത്തെ പ്ലാനിംഗ് ഒന്നല്ല ഇപ്പമേ ആക്കുന്നു. വിശുദ്ധ റമദാൻ അത് വേറെ തിങ്കൾ പോലെ ഉള്ളതല്ല. ബദൽക അതിലെ ഓരോ സെക്കൻഡും ആ റമദാൻ ഉള്ളതായ ഓരോ സെക്കൻഡും അത് ബറക്കത്തുള്ളതായിരിക്കും. ശഹ്റു മുബാറക് അനുഗ്രഹിക്കപ്പെട്ട ബറക്കത്തുള്ള തിങ്കളായിരിക്കും സ്വന്തമായിരിക്കും. അപ്പൊ ആ തിങ്ങൾക്ക് എന്തുള്ള നന്മ ആക്കുന്നു സ്വന്തത്തെ ഒരു തയ്യാറെടുപ്പ് ഒരു സിദ്ധത ഞങ്ങൾ ഇപ്പമേ ആക്കി വെക്കണം സ്വന്തം. വിശുദ്ധ റമദാനിൽ കേവല പട്ടിണി തെച്ചിട്ട് പട്ടിണി തെക്കണക്കിട്ട് ഒരു അവസ്ഥ ഉണ്ടാവുക. കഴിഞ്ഞ റമദാനിൽ നിന്നൊക്കെ ഒരു അവസ്ഥ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ചേഞ്ചസ് നമുക്ക് ഉണ്ടാക്കുമോ സാധ്യമാണെന്ന് സ്വന്തം. സലഫു സാലിഹീന്മാർ അങ്ങനെ சொன்னார் ഇദാ ലം തുശ്ഗിൽ നഫ്സക ബിൽ ഹഖ് ശഗ്ലത്ക ബിൽ ബാതിൽ. ഇദാ ലം തുശ്ഗിൽ നഫ്സക ബിൽ ഹഖ്, നിന്റെ നഫ്സിനെ സത്യമായ കാര്യത്തിൽ നല്ല കാര്യത്തിൽ നിന്ന് ശുഗലാക്കിയിട്ടില്ല തായെങ്കിൽ ശഗ്ലത്ക ബിൽ ബാതിൽ, നിന്റെ നഫ്സ് ബാതിലായ കാര്യത്തിൽ ശുഗലാക്കുന്നത് സ്വന്തം. ഒരു പ്രവർത്തനവുമാക്കാത്ത ഒരു കാര്യവുമാക്കാത്ത ಬೆರ್ತೆಗೆ ಅಂಗಾಡಿ ತೆಚ್ಚುವಂತೆ ಸಮಯത്തെ വേസ്റ്റ് ആക്കിയ ടൈമിൽ ഞങ്ങളുടെ നഫ്സ് ആ തിന്മക്ക് എത്തുന്നതിന്റെ സാധ്യത ഉണ്ട് സ്വന്തം ദിക്കർ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പാടി തന്നു. വിശുദ്ധ റമദാൻ സകാത്തിന്റെ തിങ്കളെ ദിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അതേപോലെ സഹാബാക്കന്മാരുടെ കാലത്തും റമദാൻ ദിക്റാണ് സകാത്ത് കൊടുത്തതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നിസാബ് എത്തിയതായി സകാത്ത് കൊടുക്കും. വിശുദ്ധ ഖുർആൻ ഗൗരവത്തിൽ പഠിപ്പാടിയതായ കാര്യത്തിൽ സകാത്ത് സൂറത്ത് നൂറിൽ അല്ലാഹു പറഞ്ഞു വഅഖീമുസ് സ്വലാത വആതുസ് സകാത്ത് വഅതീഉർ റസൂല ലഅല്ലകും തുർഹമൂൻ. നിങ്ങൾ നിസ്കാരത്തെ നിലനിർത്തണം, സകാത്ത് കൊടുക്കണം, നബിമാരെ അനുസരിക്കണം, ലഅല്ലകും തുർഹമൂൻ. നിങ്ങൾക്ക് അങ്ങനെ തായി അല്ലാഹുവിന്റെ റഹ്മത്ത് നിങ്ങൾക്ക് കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പഠിപ്പാടി തന്നു. അതേപോലെ വിശുദ്ധ റമദാൻ തിങ്കൾ അതിനെ ഞങ്ങൾ ഉപയോഗപ്പെടുത്താനായത് അല്ലാഹുവിന്റെ അടുത്ത് യാരെ അടുക്കുക വേണ്ടിയിട്ട് ഞങ്ങൾ അല്ലാഹുവിന്റെ ആത്മാർത്ഥമായിട്ട് ദുആർക്കും. പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും, അത് അധികരിപ്പിക്കും. പ്രാർത്ഥിക്കുന്നതായ ആത്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു യാ മുആദ് വല്ലാഹി ഇന്നി ലഉഹിബ്ബുക
معاذ لا تدعن في دبر كل صلاة أن تقول معاذ നിന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ദിക്ർ അതുകൊണ്ട് നീ എന്താക്കണം എല്ലാ നിസ്കാരത്തെ പിന്നവും എല്ലാ നിർബന്ധ നിസ്കാരത്തെ പിന്നവും ഈ ഒരു ദുആ ചൊല്ലുന്നത് നീ മറക്കുകയില്ല എന്തായിരിക്കും ആ ദുആ اللهم أعني على ذكرك وشكرك وحسن عبادتك എന്തായിരിക്കും അതിന്റെ അർത്ഥം അല്ലാഹുവേ എന്നെ നീ സഹായിക്കണമേ നിന്റെ ദിക്റാക്കത്തിൽ നിന്നും നിന്റെ ഓർക്കുന്നതിൽ നിന്നും അതേപോലെ നിനക്ക് ശുക്രാക്കത്തിൽ നിന്നും നിനക്ക് ഇബാദത്ത് ആക്കുന്നതിൽ നിന്നും ഏറ്റവും നല്ല ഇബാദത്ത് ആക്കുന്നതിൽ നിന്നും അല്ലാഹുവേ അങ്ങനെ ആക്കുമെങ്കിൽ സഹായനക്ക് താറപ്പെ ചൊല്ലുന്നു അല്ലാഹുവൊട്ടിಗೆ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ചൊല്ലുന്നതിലേക്ക് ആത്മാർത്ഥമായിട്ട് ഇബാദത്ത് ആക്കുക വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും കാരണം ഞങ്ങളുടെ നിസ്കാരത്തെ അവസ്ഥ എന്തെന്ന് ചൊല്ലിട്ട് ഞങ്ങൾക്ക് പിടിയില്ല ഞങ്ങളുടെ നോമ്പ് അവസ്ഥകളുണ്ട് ഞങ്ങളുടെ സദഖത്തെ അവസ്ഥകളുണ്ട് അതെല്ലാം ഇഖ്ലാസോടുകൂടി താക്കുമെങ്കിൽ തൗഫീഖ് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിಗೆ ഞങ്ങൾ ദുആ നോക്കിക്കുന്നു ചൊല്ലുന്നതിലേക്ക് അതുകൊണ്ട് ഈ ശഅബാൻ തിങ്കളിൽ മാനസികമായിട്ടും ആത്മീയമായിട്ടും ഞങ്ങൾ തയ്യാറാവണം ചൊല്ലുന്നതിലേക്ക് കാരണം കഴിഞ്ഞ വർഷ ഞങ്ങളൊട്ടിಗೆ ഇന്ന് പല ആൾമാരും ഇതേ പണിയിൽ വെച്ചതായ പല ആൾമാരും അങ്ങ് ഇന്ന് ബർസഖിയായിട്ടുള്ള ജീവിതത്തിലെത്തിക്കാറ് അങ്ങ് ഒരു നോമ്പ് പിടിക്കാൻ അങ്ങ് ആഗ്രഹിച്ചെങ്കിൽ അങ്ങ് നോമ്പ് പിടിക്കാവില്ല അങ്ങ് സ്വതക്ക കൊടുക്കാൻ അങ്ങ് ആഗ്രഹിച്ചെങ്കിലും സ്വതക്ക കൊടുക്കാൻ അങ്ങ് സാധ്യമല്ല അങ്ങ് നിസ്കരിക്കാൻ ആഗ്രഹിച്ചെങ്കിൽ പോലും അങ്ങ് നിസ്കരിക്കുകയും സാധ്യമല്ല അതുകൊണ്ട് ആ രൂപത്തിൽ ഇതിന്റെ അവസാനത്തെ റമദാൻ എത്തിക്കൂശോക്കിയുള്ള രൂപത്തിൽ എത്തിക്കണു ഈ ഒരു റമദാൻ സ്വീകരിക്കാനായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തെ വിഷയത്തിൽ പഠിപ്പാടുത്തത് സ്വല്ലു സ്വലാത്തൻ മുവദ്ദഅ നിസ്കരിക്കണം അതെങ്ങനെ മുവദ്ദഅ അവസാനത്തെ നിസ്കാരം എത്തിക്കുന്ന സ്വന്തം രൂപത്തിൽ നിസ്കരിക്കണം അങ്ങനെ നിസ്കാരത്തിൽ ഖുശൂ കിട്ടുന്നു അതുപോലെ റമദാൻ തിങ്കളുടെ ഇതിന്റെ അവസാനത്തെ റമദാൻ എത്തിക്കുന്ന സ്വന്തം രൂപത്തിൽ ആ റമദാനെ ഞങ്ങൾ കാണുന്ന സ്വന്തം അതേപോലെ വിശുദ്ധ റമദാൻ തിങ്കൾ ചൊല്ലിൽ തഖ്വ ഉണ്ടാക്കിയെടുക്കുമെന്ന് ഒരു തിങ്കൾ എത്തിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ചൊല്ലുന്നു യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ സത്യവിശ്വാസികളുടെ ആത്മാർ നിങ്ങളെ മുൻഗാമിയായിട്ടുള്ള ആത്മാർക്ക് നോമ്പിനെ നിർബന്ധമാക്കിയതുപോലെ നിൽക്കും നോമ്പിനെ നിർബന്ധമാക്കിയ ലഅല്ലകും തത്തഖൂൻ എന്തുക തഖ്വ ഉള്ള ആവുക വേണ്ടി ചോദിച്ചു അപ്പൊ ആ തഖ്വ നമ്മൾ നേടിയെടുക്കണം കാരണം സൗമ് ചൊല്ലെങ്കിൽ അതിന്റെ അർത്ഥം അൽ ഇംസാക് ചൊല്ലിയിരിക്കും തടഞ്ഞു വെക്കറോ പിടിച്ചു വെക്കറോ തിങ്കൽ നിന്ന് പരിപൂർണമായിട്ട് വിട്ടുനിക്കറോ ചൊല്ലുന്ന അർത്ഥം ഇരിക്കുന്നത് അപ്പൊ മൂന്ന് കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ചൊല്ലിയിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിലൂടെ നമുക്ക് പഠിപ്പാടി തന്നു ഒന്ന് ആഹാരം പാനീയ അതേപോലെ ലൈംഗികത ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുമെങ്കിൽ ഒരു ട്രെയിനിങ് എത്തിക്കൽ നോമ്പ് ചൊല്ലുക ഒരു മനുഷ്യനെ തഖ്വ ഉള്ളവനായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഇബാദത്ത് എത്തിക്കൽ നോമ്പ് ചൊല്ലുക അപ്പൊ അതിന് പ്രവേശിക്കാൻ മുന്നോലും അതിന് വേണ്ടിയിട്ടുള്ളതായ എല്ലാ ഒരുക്കവും എല്ലാ തയ്യാറെടുപ്പും ഞങ്ങൾ വേഗമേ ആക്കി വെക്കണം ചൊല്ലുക അതുപോലെ ആത്മീയമായിട്ടുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد വിശ്വാസി സഹോദരന്മാർ ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശമറ്റും വിധിവിലക്കും ജീവിതത്തെ പ്രതി സന്ദർഭത്തിലും പാലിച്ചിട്ട് ജീവിക്കുന്നു സ്വന്തത്തെ മറക്കാൻ നിങ്ങൾ ഓരോരുത്തരെയും പിന്നോർക്ക വസിയത്താക്കിയിട്ടില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അവരുടെ പേരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ തഖ്വഉള്ള മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നു മഹാനായ ഇബ്നു ഖുദാമ അൽ-മഖ്ദസി റഹിമഹുല്ലാഹ്
അയാളുടെ ഗ്രന്ഥത്തിൽ മൂന്ന് രൂപത്തിലുള്ള എനിക്ക് നോമ്പുര വിഷയത്തിൽ വിശദീകരിക്കുന്നുണ്ട് കാണാൻ സാധ്യത. ഒന്നാമത്തേതായി ചൊല്ലു സൗമുൽ ഉമൂം, പൊതുവായിട്ടുള്ള നോമ്പ്. രണ്ടാമത്തേത് സൗമുൽ ഖുസൂസ്, പ്രത്യേകമായിട്ടുള്ള എനിക്ക് നോമ്പ്. മൂന്നാമത്തേത് സൗമു ഖുസൂസിൽ ഖുസൂസ്, പ്രത്യേകമായ എനിക്ക് നോമ്പ്. അപ്പൊ ഇതിൽ നിന്ന് ഏതിൽ ഞങ്ങൾ പെടനായ ചൊന്തു ഞങ്ങൾ ചിന്തനം. ഒന്നാമത്തെ സൗമുൽ ഉമൂം ചൊന്നെങ്കിൽ فهو الكف البطن والفرج عن قضاء الشهوات. അത് അവന്റെ ലൈംഗിക അവയവത്തെ അതേപോലെ വയറിനും അവന്റെ ശഹ്വാത്തിൽ നിന്ന് അവൻ കാത്തു സൂക്ഷിക്കും. അങ്ങനെയുള്ള കെട്ടണം, പൊതുവായ കെട്ടണം വൈദിക്കാം. രണ്ടാമത്തേത് സൗമുൽ ഖുസൂസ്, പ്രത്യേകമായ കെട്ടണം. فهو الكف عن النظر واللسان واليد والرجل والسمع والبصر وسائر الجوارح عن الآثام. അതായത് കണ്ണിനെ നിയന്ത്രിക്കാൻ കിട്ടണം, നാവിനെ നിയന്ത്രിക്കാൻ കിട്ടണം, കാലും കൈരും കേൾവിയും കാഴ്ചയും നിയന്ത്രിക്കാൻ കിട്ടണം. വസാഇൽ ജവാരി അനിൽ ആസാം, തിന്മയിൽ നിന്ന് ശരീരത്തെ എല്ലാ അവയവത്തിലും നിയന്ത്രിക്കാൻ കിട്ടേ നോമ്പൈറ്റിക്കണം. മൂന്നാമത്തേത് സൗമു ഖുസൂസിൽ ഖുസൂസ്, പ്രത്യേകമായി കിട്ടുന്ന നോമ്പ് சொன்னீங்க. സൗമുൽ ഖൽബ് അനിൽ ഹിമം الدنيئة والأفكار المبعدة عن الله تعالى. ഹൃദയത്തിൽ നോമ്പുണ്ടാവണം. അല്ലാഹുവിന്റെ ആ മനുഷ്യരെ അകറ്റിയ മോശമായ ചിന്ത, അതിൽ നിന്ന് മനുഷ്യരെ നഫ്സറോ പിടിച്ചു നിർത്താൻ കെട്ട് നോമ്പു. ഇതായിട്ട് യഥാർത്ഥമായിട്ടുള്ള നോമ്പ് സ്വന്തം കൽബ് നോമ്പുണ്ടാവും. ഒരു രൂപത്തിലുള്ള അനാവശ്യമായിട്ടുള്ള മോശമായിട്ടുള്ള ചിന്ത ഞങ്ങളുടെ മനസ്സിൽ കടന്നു വരുമ്പോൾ തീരാ സ്വന്തം. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പോ തപ്പാക്കിയ പ്രായശ്ചിത്തമായിട്ട് കഫാറത്തായിട്ട് നിശ്ചയിച്ചതാണ്. ബാക്കിയുള്ള ഇബാദത്ത് ആ രൂപത്തിൽ നിശ്ചയിച്ചിട്ടില്ല. കാരണം എന്തോ നോമ്പ് പിടിച്ചെങ്കിൽ ആത്മാര് നന്നാവാറ് സ്വത്തുള്ളത് നോക്കൂ. റമദാനിലെ പോലും ശാരീരികമായിട്ട് ബന്ധത്തിൽ ഏർപ്പെട്ടെങ്കിൽ അതുകൊണ്ട് പ്രായശ്ചിത്തോ രണ്ട് തിങ്കള് തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ടാണ് എന്താവണം നോമ്പ് പിടിക്കണം. അതേപോലെ ഒരാള് അല്ലാഹുവിനെ സത്യത്തിട്ട് ആ സത്യത്തെ ലംഘിച്ചെങ്കിൽ അതുകൊണ്ട് പ്രായശ്ചിത്തോ 10 മിസ്കീനുകവನು ഭക്ഷണ കൊടുക്കണം. അധികം അവന് സാധിച്ചിട്ടില്ല എങ്കിൽ 10 മിസ്കീനിಗೆ ಅವನು ഡ്രസ് കൊടുക്കണം. അതും സാധിച്ചിട്ടില്ല എങ്കിൽ 3-4 അവൻ നോമ്പ് പിടിക്കണം സ്വന്തം. അതേപോലെ കഫാറത്തുൽ ദിഹാർ ഉണ്ട്. വിശുദ്ധ ഖുർആൻ ആ വിഷയത്തിൽ சொன்னது കാണാൻ സാധ്യം. പണ്ട് ചില ആത്മാർ അങ്ങനെ പെഞ്ഞായിമാരുടെ അർത്ഥത്തിൽ சொன்னாங்க, അന്തിക വഹരി ഉമ്മി, നീ എന്റെ ഉമ്മരെ പോലെ ഇരിക്കുന്ന. അപ്പൊ ഈ ഒരു പൽക്ക സ്വന്തവನು ಅವನು ತನ್ನ പെഞ്ഞായിയൊട്ടിಗೆ സമീപിക്കുകയെങ്കിൽ ഒന്നെങ്കിൽ അവನು ഒരു അടിമരെ അവൻ മോചിപ്പിക്കണം. അതിന് അവന് സാധിച്ചില്ല എങ്കിൽ 2 തിങ്കൾ തുടർച്ചയായിട്ട് അവൻ നോമ്പ് പിടിക്കണം സ്വന്തം. വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പാടിത്താണ്ട് അവിടെ കഫാറത്തായിട്ട് നിശ്ചയിച്ചോ നോമ്പ് ആ തിന്മയിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്തുക അവിടെ സ്വന്തമുള്ളത് കൊണ്ട് തെറ്റിക്കാം. അതേപോലെ ഒരാളെ അബദ്ധത്തിൽ ഒരാളെ കൊന്നെങ്കിൽ അതുകൊണ്ട് എനിക്ക് പ്രായശ്ചിത്തോ അതെ അടിമരെ അവൻ മോചിപ്പിക്കണം. അതിന് അവന് സാധിച്ചില്ല എങ്കിൽ 2 തിങ്കൾ തുടർച്ചയായിട്ട് അവൻ നോമ്പ് പിടിക്കേണ്ട സ്വന്തം. നമുക്ക് പഠിപ്പാടിത്താണ്ട്. അപ്പൊ ഇസ്ലാം നോമ്പ് കൊടുക്കുന്നതിന്റെ മഹത്വ പ്രാധാന്യം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കുക സാധ്യമാണ്. അതുകൊണ്ട് യാന്ത്രികമായോ ഒരു ഇബാദത്ത് യാന്ത്രികമായിട്ടുള്ള ആരാധന ആവുക തീര ഞങ്ങളെ റമദാൻ തിങ്കളിൽ ആഗ്രഹത്തെ ഒരു ആരാധന അതുപോലെ തയ്യാറെടുപ്പു സിദ്ധത്തെ ഞങ്ങൾ ഇപ്പമേ തയ്യാറാക്കണം. നല്ല നല്ല അമൽ സ്വാലിഹാത്താക്കിയിട്ട് ആ തിങ്കളിൽ ഞങ്ങൾ മുന്നേറുക നമുക്ക് സാധ്യവും. അല്ലാഹു സുബ്ഹാനഹു വ തആല
നല്ല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനാക്കിയതായ ചെറിയും വലിയും രഹസ്യമൈത്തും പരസ്യമൈത്തും ഗൊന്തിന്തും ഗൊന്തില്ലാത്തും ആക്കിയതായ എല്ലാ പാപത്തെയും അല്ലാഹു പുറത്തു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുള്ളതായ അപ്പാവും അമ്മ നമുക്ക് ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയതായ ഞങ്ങളെ അപ്പാവും അമ്മ ഞങ്ങളുടെ കുട്ടുകുടുംബത്താന്മാർ ഞങ്ങളുടെ ചെങ്ങായിമാർ ഞങ്ങളുടെ ഖബറെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുത്തു. അങ്ങനെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടത്തെ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളിൽ നിന്ന് രോഗം കൊണ്ടെത്തും പ്രയാസപ്പെട്ടതായ ആത്മാർ, കട കൊണ്ടെത്തും ബുദ്ധിമുട്ടുന്നതായ ആത്മാർ, അങ്ങനെ രോഗത്തെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫാക്കി കൊടുത്തു. അങ്ങനെ കടത്തെല്ലാം വിട്ടുകൊള്ളാൻ കിട്ടുന്ന തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ രൂപത്തിലുള്ള ഖൈറും ബറക്കത്തും തന്ന് അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. والحمد لله رب العالمين.